തൻ്റെ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷകനായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 15 നോമ്പിലെ 4-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെടുന്ന വിഷയം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൾ എന്നുള്ളതാണ്. അതിന് ആധാരമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നസ്രേത്ത് എന്ന ഗലീലി പട്ടണത്തിൽ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന മറിയ എന്ന കന്യയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി അവളെ അനുഗ്രഹീതമായ ദൗത്യത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതും അതിലേക്കുള്ള അവളുടെ വിളിയെയും ഓർപ്പിക്കുന്നതായ സന്ദർഭമാണ് നമ്മൾ ഇന്ന് വിഷയീഭവിക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ വിശുദ്ധ കന്യക മറിയാമിനോട് യേശു കർത്താവിൻ്റെ മാതാവാകാനുള്ള വലിയ നിയോഗം അറിയിക്കുമ്പോൾ അവൾ വളരെ സംശയങ്ങളാൽ വ്യാകുലപ്പെടുന്നുണ്ട്. ഇത് എപ്രകാരം സംഭവിക്കും എന്ന ചോദ്യത്തിന് ഗബ്രിയേൽ ദൂതൻ നൽകുന്നതായ മറുപടിയാണ് നാം ഇന്ന് കുറിവാക്യമായി വായിച്ചു കേട്ടത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു പാത്രമായി രൂപാന്തരപ്പെടും. പ്രപഞ്ച സൃഷ്ടിയുടെ കാലം മുതൽ നാം കാണുന്നതാണ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ. ഒന്നുമില്ലായ്കയിൽ അസാധ്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ കാര്യങ്ങൾ സാധ്യമാക്കുന്നുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രപഞ്ചത്തെ മെനഞ്ഞെടുക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി ദർശിക്കാവുന്നത് അത്രേ. അതേ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവളായി തീരുന്നുണ്ട് വിശുദ്ധ കന്യക മറിയാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവളായി അവൾ തീരുമ്പോൾ വിശുദ്ധ പ്രജയ്ക്ക് ജന്മം നൽകുന്ന മാതാവായി അവൾ ഉയർത്തപ്പെടുകയാണ്. പലപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അസാധ്യതകൾ എന്ന് തോന്നിപ്പിക്കുന്ന പല സന്ദർഭങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ അസാധ്യതകളെ മറികടക്കുവാൻ നമ്മെ പര്യാപ്തമാക്കുന്ന ദൈവിക സാന്നിധ്യമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം. നാം പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ കണ്ടതും അപ്രകാരം ഒരു നിയോഗം ആയിരുന്നുവല്ലോ. കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിനും മരണത്തിനും ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യസമൂഹം 120 പേരടങ്ങുന്ന ഒരു സംഘമായി മർക്കോസിൻ്റെ മാളികയിൽ കാത്തിരിക്കുന്ന അനുഭവം. ആ കാത്തിരിപ്പ് പര്യവസാനിക്കുക പെന്തക്കോസ്ത് നാളിൻ്റെ അന്നാണ്. ദൈവം തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം നൽകിയ കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവ് അഗ്നിനാളങ്ങളായി അവരിലേക്ക് പകരപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം സ്വീകരിച്ച ശിഷ്യസമൂഹം അവർ തികച്ചും വ്യത്യസ്തരായി മാറുന്നതായി നാം കാണുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കപ്പുറം ഏറെ ഭയപരവശരായി ഒരു മുറിക്കകത്ത് അടച്ച് കൂടിയിരുന്ന ശിഷ്യസമൂഹം ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നൽകിയ ശക്തിയാൽ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നുണ്ട്. പെന്തിക്കോസ് പെരുന്നാളിൽ പങ്കെടുക്കുവാൻ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ ഭാഷ സംസാരിക്കുന്ന യഹൂദ മതാനുസാരികൾ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു അന്ന് യെരുശലേമിൽ. അന്ന് യെരുശലേമിൻ തെരിക്കോണിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാർ കർത്താവിൻ്റെ അത്ഭുതമായ വചനങ്ങളെ ഘോഷിക്കുമ്പോൾ കൂടി വന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്ന എല്ലാ ജനത്തിനും യേശു തമ്പുരാൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം അവരവരുടെ ഭാഷയിൽ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർത്ത
പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം നമുക്ക് മറക്കാൻ സാധ്യമല്ലല്ലോ. അപ്രകാരം 120 പേര് നിറഞ്ഞ സംഖ്യയിൽ നിന്ന് 3000 എന്ന വലിയ സംഖ്യയിലേക്ക് സഭ വളർത്തപ്പെടുന്നുണ്ട്. സ്വന്തം ഭാഷയിൽ പോലും ദൈവവചനം പ്രഘോഷിപ്പാൻ പരിമിതിയുണ്ടായിരുന്ന കർത്താവിൻ്റെ മുക്കുവരായിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഏറ്റെടുത്തപ്പോൾ അന്ന് അവിടെ കൂടിയ വിവിധതരം ഭാഷ സംസാരിക്കുന്നവരുടെയിൽ ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന വചനങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം പര്യാപ്തം ആയെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുമ്പോൾ അസാധ്യതകൾ സാധ്യമായി തീരും എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. വിശുദ്ധ കന്യകമറിയാമും നമ്മെ പഠിപ്പിക്കുന്നത് അതത്രേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറവുള്ളവർ ആയി തീരുമ്പോൾ നമുക്ക് അസാധ്യതകൾ പലതും സാധ്യമാക്കുവാൻ സാധ്യമായി തീരും. ദൈവിക വാഗ്ദത്തം നമ്മളിൽ നിറവേറ്റുന്നവൻ കൂടിയാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി നാം തീരുമ്പോൾ ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളും നമ്മുടെ മുൻപിൽ ഓരോന്നായി നിറവേറ്റപ്പെടുന്നത് ദൈവകൃപയിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും. നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഗബ്രിയേൽ ദൂതൻ വിശുദ്ധ കന്യകമറിയാമിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് അവളിൽ നിറയപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയുവാൻ അവൾക്ക് സാധ്യമായി തീരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്രകാരം നമ്മുടെ ജീവിത ഇടങ്ങളിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെടുമ്പോഴാണ് ഈ നാളുകളിലും ദൈവകൃപയോടെ നിലനിൽപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുക. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നാം കുറച്ചുകൂടെ വിശുദ്ധരായി മാറുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക സാന്നിധ്യം. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഈ നോമ്പ് കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ വിശുദ്ധീകരണം അനുഭവിക്കുന്നവരായി, ലോകത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി നമുക്കും തീരാം. വിശുദ്ധ കന്യകമറിയാമിൻ്റെ അനുഗ്രഹീതമായ സമർപ്പണം പോലെ നമുക്കും ദൈവസന്നിധിയിൽ സമർപ്പണത്തിന് ഒരുങ്ങാം. അതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിലനിൽപ്പാൻ തക്കോണം നമുക്കും ഇടയാകട്ടെ. അതിന് ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.